സംസ്ഥാനത്തെ ചില ക്രൈസ്തവ ന്യൂനപക്ഷ സംഘടനകൾ RSSുമായി ചില കോക്കസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, അവർക്ക് ഫണ്ട് ലഭിക്കുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ചുമതലയുള്ള ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത്. എന്ത് തരത്തിലുള്ള ഫണ്ടാണ് ലഭിക്കുന്നതെന്ന് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കടിഞ്ഞാൻ കയ്യിലുള്ള പിണറായി വിജയന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതവിടെ നിൽക്കട്ടെ. എന്ത് വർഗീയ ധ്രുവീകരണം നടത്താനാണ് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ സംഘടനകൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പുമായിട്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായി. ഇവിടെ 2009 പല രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അറസ്റ്റിലായിട്ടുള്ള ചില വ്യക്തികളുമായി, അല്ലെങ്കിൽ ആ വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേർപ്പെട്ടതും അത്തരം വ്യക്തികളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സഖാവ് വേദി പങ്കിട്ടതൊക്കെ അങ്ങ് മറന്നുപോയോ? രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്നു എന്ന് സംശയിക്കുന്ന സംഘടനകളുടെ വ്യക്തികളുമായി മന്ത്രിസഭ രൂപീകരിച്ച് മന്ത്രിയാക്കിയതൊക്കെ അങ്ങ് മറന്നുപോയോ? രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുവെന്ന സംശയങ്ങളിലുള്ള സംഘടനകളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് മറന്നുപോയോ? അന്നൊന്നും പിണറായി വിജയന് തോന്നാത്ത ഈ ധാർമ്മിക ബോധം ഇന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ചില സംഘടനകളുമായി ചേർന്ന് കോക്കസ് ഉണ്ടാക്കുന്നു എന്ന് എങ്ങനെയുണ്ടായി? എന്ത് തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനമാണ് ക്രൈസ്തവ സംഘടനകൾ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സംഘടനകൾ നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും ഒരു കേസ് പിണറായി വിജയന്റെ സർക്കാരിന്, പിണറായി വിജയന്റെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിരിക്കുന്ന പിണറായി വിജയനും ഒരു സംവിധാനത്തിനെതിരെ, അല്ലെങ്കിൽ ഒരു സംഘടനകൾക്കെതിരെ, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവോടുകൂടിയും വ്യക്തമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുമായിരിക്കണം. നഴ്സറി കുട്ടിയായിരിക്കുന്ന ഒരു കുട്ടി വിളിച്ചു വിളമ്പുന്ന അർത്ഥശൂന്യമായിട്ടുള്ള വാക്കുകൾ പോലെ ആയിരിക്കരുത് ഒരു സംസ്ഥാനത്തിന്റെ പിണറായി വിജയൻ ഇത്തരം പ്രസ്താവനകൾ ഇറക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഈ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന സംവിധാനങ്ങൾക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഇളക്കിവിടരുത്. നിങ്ങളാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ അനുകൂലിക്കുകയും അവരുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കുകയും അങ്ങനെ അധികാരത്തിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുകയും ചെയ്തത് നിങ്ങളാണ് ധാർമ്മികത ബോധത്തിനും ഭരണഘടനാ സംവിധാനത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ. നിങ്ങളുടെ കോക്കസിനെ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രസ്താവന പിൻവലിക്കണം.